ഈ പ്രൊസീജിയർ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത് ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞാൻ ബോട്ടോക്സ് ചെയ്തൊരു സ്റ്റോറി പറയാം. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ബോട്ടോക്സ് ചെയ്യുന്ന ഒരു 3 ഇയർ ബാക്ക് എൻ്റെ മാരേജ് ടൈമിലാണ് ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ക്രൗൺ ഏരിയ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്മൂത്തനിങ്ങിൻ്റെ സൈഡ് എഫക്ട്സ്, പ്രശ്നങ്ങൾ, ഡിസഡ്വാൻറ്റേജ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്മൂത്തനിങ് താല്പര്യം പോയി. അങ്ങനെയാണ് ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ തീരുമാനിച്ചത്. ബോട്ടോക്സ് ചെയ്യാനായിട്ട് ഞാൻ ട്രിവാൻഡ്രം വഴുതക്കാടുള്ള പോലീസ് ക്ലബിന് ഓപ്പോസിറ്റ് ഉള്ളൊരു സലോണിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ ക്രൗൺ ഏരിയ ബോട്ടോക്സ് ചെയ്യാൻ പോയിട്ട് അവിടുത്തെ ഇൻഫ്ലുവൻസിൽ വീണ് ഫുൾ ഹെയർ ചെയ്ത ഒരാളാണ് ഞാൻ. ആൻഡ് അത് മണ്ടത്തരായിന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. നമ്മളൊരു സലോണിൽ പോണതിന് മുന്നേ നമുക്കൊരു ഐഡിയ കാണില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. ആ സാധനം നമ്മൾ ചെയ്യാൻ നിൽക്കാവൂ, അല്ലാണ്ട് വെറുതെ പോയി അവർ പറയുന്ന കേട്ട് നമ്മളെ പ്ലാൻ മാറ്റി അത് മണ്ടത്തരായിരിക്കും. അപ്പോൾ ബാക്കി സ്റ്റോറി. അപ്പം ഞാൻ ഫുൾ ഹെയർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രൊഡക്ട്സ് കൊണ്ട് കാണിക്കുന്നുണ്ട്. ഷാമ്പൂ, കണ്ടീഷണർ, സെറം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നു ഈ ബോട്ടോക്സ് ചെയ്ത് ഇതൊക്കെ യൂസ് ചെയ്യണം, എന്നാലേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അത് പ്രൊമോഷനാണെന്ന്. ആൻഡ് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട് ബോട്ടോക്സ് ചെയ്ത് ഇതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിടാം എന്നുള്ളത്. ആൻഡ് എനിക്കന്ന് നല്ല നീളമുള്ള മുടിയാണ്. അപ്പം ഇവർ ചാർജ് ചെയ്തത് 15,000 റുപ്പീസാണ്. അതിൻ്റെ കൂടെ ഒരു 4,000-5,000 രൂപ മുടക്കി ഇത് വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അത് വാങ്ങിയില്ല. ഞാൻ പുറത്തിറങ്ങി പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി എനിക്കൊരു കൺസെൻറ്റ് ഫോം തന്നു. കൺസെൻറ്റ് ഫോമിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഈ പ്രൊസീജിയർ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത് ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് ഇതിൽ സൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് മാം ഞങ്ങൾ പറഞ്ഞ പ്രൊഡക്ട്സ് വാങ്ങിയില്ലല്ലോ, അതുകൊണ്ട് സൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു അത് മാം പ്രൊഡക്ട്സ് വാങ്ങിച്ചാൽ മാം ഇത് സൈൻ ചെയ്ത് തരണ്ട. പേയ്മെന്റ് ചെയ്ത് വന്നത്. അതിൻ്റെ കൂടെ എനിക്ക് തർക്കിക്കാനും താല്പര്യമില്ല, അവിടെ ടൈം വേസ്റ്റ് ചെയ്യാനും താല്പര്യമില്ല. അങ്ങനെ ഞാൻ സൈൻ ചെയ്തിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് സലോണിൽ പോയാലും ഒന്ന് മുടി വെട്ടാൻ പോയാൽ പോലും ഈ പ്രൊമോഷൻ സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ആ പ്രൊഡക്ട്സ് വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഈവൻ നമ്മൾ ബോട്ടോക്സ് ചെയ്യുകയാണെങ്കിൽ പോലും ബോട്ടോക്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് SLE ഫ്രീ ആയിട്ടുള്ള, SLS ഫ്രീ ആയിട്ടുള്ള, മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ അങ്ങനെ യൂസ് ചെയ്ത് ഈ ബോട്ടോക്സ് ഒരു 3 to 4 months ലാസ്റ്റ് ചെയ്യും. അവർ തരുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഈ 3 to 4 months തന്നെ ലാസ്റ്റ് ചെയ്യും. നമ്മൾ വാഷ് ചെയ്യണതനുസരിച്ചാണ് ഇതിൻ്റെ വെയർ ഓഫ് നടക്കുക. അപ്പോൾ നമ്മൾ ഈ വീക്കിലി എല്ലാ ദിവസവും വാഷ് ചെയ്യാതെ ഒരു 2-3 days വാഷ് ചെയ്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഈ മാർക്കറ്റിംഗ് ഗിമിക്സിൽ വീണ് പോകാതിരിക്കുക. ഹാർഷായിട്ടുള്ള ബോട്ടോക്സ് ചെയ്തവർ ഹാർഷായിട്ടുള്ള ഷാമ്പൂസ്, ക്ലാരിഫയിങ് ഷാമ്പൂ, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. സിമ്പിൾ, അത്രയേ ഉള്ളൂ. ബൈ.